ഒരു 13 വയസ്സിൽ തുടങ്ങിയ യാത്രയാണ് മ്യൂസിക്കിൽ. ഇപ്പോഴത്തെ ഒരു ജനറേഷന് കുറച്ചുകൂടി ഈസിയാണ് അവരുടെ കാലിബർ കാണിക്കാനും. കാലം മാറുമോ കാവലായി വരുമോ മേഘദൂതം പാടി വരുമോ, അത്ര കഷ്ടപ്പെട്ടിട്ട് ഇബ്രു വന്നിരിക്കണം ഈ ഒരു ഫീൽഡിൽ. നമസ്കാരം, ഞാൻ ഇബ്രു ആണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സോണി സായി ആണ്. നല്ലൊരു ഗായികയാണ്, നല്ലൊരു സംഗീത സംവിധായികയാണ്, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ളതാണ്. ഇന്ന് യാദൃശികമായിട്ട് തന്നെ ഒരുപാട് പേര് യാദൃശികമായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇന്ന് അതുപോലെ തന്നെ ഒരു റെക്കോർഡിങ്ങിന് വന്നപ്പോൾ യാദൃശികമായിട്ട് സോണി സായിയേയും കിട്ടി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. നമ്മൾ കുറേ നാളെ ഇങ്ങനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ യാദൃശികമായിട്ട് ഇന്നിപ്പോൾ ഇങ്ങനെ കിട്ടിപ്പോയല്ലേ. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഇബ്രുവിനോടൊപ്പം സംസാരിക്കാൻ. അങ്ങനെ കുറേ നാളായി ഇന്റർവ്യൂസിന്, കുറച്ച് ദിവസം ഞാൻ കൊടുക്കുന്നില്ല ഇന്റർവ്യൂസ്, കാരണം എന്തെങ്കിലും ഒരു പുതിയ ഒരു വാർത്ത വന്നിട്ട് സംസാരിക്കാം. ഇന്ന് ഇങ്ങനെ യാദൃശികമായിട്ടൊന്ന് കിട്ടി, ഇതായിട്ട് വന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് തമിഴ് സിനിമകളൊക്കെ ഉണ്ട്, അതൊക്കെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യാൻ നേരത്തെ അതിലൊക്കെ പാട്ട് പാടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. തെലുങ്ക്, കന്നഡ അതുപോലെയുള്ള ഏതൊക്കെ പടത്തിൽ പാടിയിട്ടുണ്ട്? ആക്ച്വലി തെലുങ്ക്, കന്നഡ കുറേ സിനിമകൾ, നമ്മുടെ പുന്നാരപ്പയുടെ മനെ ഒന്നുമില്ല, അഫ്സലിക്കയുടെ ആ പാട്ട്. പിന്നെ തമിഴ് എടുക്കുകയാണെങ്കിൽ കെട്ടിപ്പൊടി കെട്ടിപ്പൊടിയുടെ അതിൻ്റെ മലയാളം, പിന്നെ അയ്യോ പത്തിക്ക് ചിപ്പ അതിൻ്റെ മലയാളം, അങ്ങനെ കുറേ ഇഷ്ടംപോലെ അങ്ങനത്തെ കുറച്ച് പാട്ട്. ആ പാട്ടൊക്കെ മലയാളത്തിൽ പാടിയിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമുക്കൊരു പാട്ട് പാടിയിട്ട് അങ്ങോട്ട് തുടങ്ങും. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ അതിലേറ്റവും ഹിറ്റായിട്ടുള്ള ഇഷ്ടമുള്ള അതിൽ പാടിയിട്ടുള്ള ഇഷ്ടമുള്ള അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരുപാട് ഇഷ്ടം തോന്നിയൊരു പാട്ട്, ഡബ്ബിങ് ആണെങ്കിൽ പോലും ഇഷ്ടം തോന്നിയൊരു പാട്ടെന്ന് പറയുന്നത് കാലം മാറുമോ കാവലായി വരുമോ മേഘദൂതം പാടി വരുമോ, അങ്ങനൊരു പാട്ട് പാടിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പിന്നെ ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാൻ ഡബ്ബിങ് മാത്രമേ പാടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഡബ്ബിങ് അല്ലാതെ ഞാൻ പാടിയൊരു പാട്ടും കൂടി പാടാം. അപ്പോൾ അത് എല്ലാവർക്കും ഒരു സന്തോഷം. ആ പാട്ട് പാടിയിട്ട് നമുക്ക് ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാൻ എന്തേ നേരം പോയെൻ്റെ തേവരേ കോലം പോയെൻ്റെ തോഴര് കളിവാക്കും ഒളി നോക്കും മതി പൊന്നേ വന്നാട്ടേ. ഇത് അഫ്സലിക്കലൂടെ പാടിയത്. പുന്നാരപ്പീടമാനെ ഒന്ന് നില്ല് ഏ പാപ്പ ഏ പാപ്പ ഏ പാപ്പ, അതാ പാടിയത്. അഫ്സലിക്കലൂടെ പാടിയത്. പിന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നാറുണ്ട് അവാർഡുകൾ ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ ദൈവം എനിക്കൊരു, നമ്മൾ ഈ പറയത്തില്ലേ തളർന്നു പോകാതിരിക്കാനും, അല്ലെങ്കിൽ സംടൈംസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അയ്യോ നമ്മൾ മ്യൂസിക്കിൽ മാത്രം നിന്നിട്ട് നമുക്കൊരു ഇത് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് കിട്ടണ അവാർഡ്സ് നമ്മുടെ ദൈവം തരുന്ന ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു അവാർഡാണ്. നോമിനേഷനിൽ 5 പേരിൽ നോമിനേഷൻ വന്നപ്പോൾ ശ്രേയ ഘോഷൽ എന്നുള്ളൊരു പേര് കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ശ്രേയനെ കാണാം എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ പോയതാണ്. ഹംഗാമയുടെ ഒരു അവാർഡ് നോമിനേഷൻ, 5 ലാംഗ്വേജിൽ 5 സിംഗേഴ്സ്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള സിംഗേഴ്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് അവാർഡാണ്, മൂവീസ് അല്ല. അപ്പോൾ ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത ആരോ എന്ന് പറഞ്ഞ ആൽബത്തിലെ ഒരു പാട്ട്, കരളിൽ കൂടുമേഞ്ഞു കാത്തിരുന്നു നിന്നെ കനവിൽ കാവലായി കൂടെ വന്നു പൊന്നെ, അങ്ങനൊരു പാട്ട് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത ഒരു പാട്ടിന് നോമിനേഷൻ കിട്ടി. അപ്പോൾ ഞാൻ അവിടെ പോയി, അവിടെ ഇരുന്നു, അവാർഡ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുറേ എനിക്കിഷ്ടമുള്ള ആൾക്കാർ അവിടെ വന്നു. വിശാൽ ശേഖർ, സുനിത റാവു മാം, പോപ്പ് സിംഗർ, അങ്ങനെ ഒരുപാട്. ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാണണം അടുത്ത് എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളായിരുന്നു സുനിത റാവു മാം. അറിയായിരിക്കും, നമ്മുടെ പഴയ കുറച്ച് നല്ലൊരു പാട്ടുണ്ട്, കേസരിയാ ഹേ രൂപമാരെ എന്നുള്ള പാട്ടൊക്കെ, പരിഹുമ്മേ എന്നുള്ള പാട്ടൊക്കെ പാടിയിരിക്കുന്ന ആളാണ് സുനിത റാവു മാം. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ, എല്ലാവരെയും കണ്ടിങ്ങനെ എന്തെന്നിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക. ഓക്കെ, ദെൻ അവാർഡിൻ്റെ ഇതൊക്കെ വന്നു. അപ്പോൾ ശ്രേയ ഘോഷൽ വരാൻ പറ്റാത്തതുകൊണ്ട് ശ്രേയ നമുക്ക് മോണിറ്ററിൽ വന്നിട്ട് വിഷസൊക്കെ പറഞ്ഞിട്ട് പോയി. ഓരോ സെഗ്മെൻറ്റിൻ്റെ അവാർഡ്സ് പറഞ്ഞു. അതിൽ ബെസ്റ്റ്
ഫീമെയിൽ സിംഗർ കാറ്റഗറിയിൽ വന്നപ്പോൾ ആദ്യം ശ്രേയയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഓരോ അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശ്രേയയ്ക്ക് തന്നെ കിട്ടിയിരിക്കണേ. ഞാൻ വളരെ ഹാപ്പിയാണ്, ബിക്കോസ് എനിക്ക് അറിയാം, ഞാൻ പോലും അത്രയും ആരാധിക്കുന്ന ഒരു സിംഗറാണ്. അപ്പോൾ അവിടെ അതിൻ്റെ മെയിൻ ഹങ്കാമയുടെ മാം എല്ലാം കൂടിയിട്ട് എന്തോ ഭയങ്കര ഡിസ്കഷൻ, ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട് ആങ്കേഴ്സിന്. എന്നിട്ട് ഒരാൾ കൂടിയുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ, ഒരാൾ കൂടി അവാർഡ് ഉണ്ടെന്നുണ്ട്, എൻ്റെ പേര് പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കും, പലരും പല അവാർഡ് നൈറ്റ്സിനും അല്ലെങ്കിൽ കരയുമ്പോഴൊക്കെ വിചാരിക്കും ഇതൊക്കെ ഒരു ഡ്രാമ, എന്തിനാ ഇത്രയും ഷോ ഓഫ് എന്നൊക്കെ വിചാരിക്കും. ഞാൻ കരഞ്ഞു പോയി, ശരിക്കും കരഞ്ഞു. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇബ്രു വന്നിരിക്കുന്ന ഈ ഒരു ഫീൽഡിൽ. ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല, കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷന് കുറച്ചുകൂടി ഈസിയാണ് അവരുടെ കാലിബർ കാണിക്കാനും, അല്ലെങ്കിൽ മീഡിയാസ്, സോഷ്യൽ മീഡിയാസ്, റിയാലിറ്റി ഷോസ്, ചാനൽസിൻ്റെ സപ്പോർട്ടൊക്കെ ഇഷ്ടം മാതിരിയുണ്ട്. റീൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം കഷ്ടപ്പെട്ടതിനേക്കാൾ ഈസി ആയിട്ടാണ് വൈറലായിട്ട് പല ആൾക്കാരും ഒറ്റ പാട്ടോ ഒരു ഡാൻസൊക്കെ വൈറലായിട്ടൊക്കെ പോകുന്നു. പക്ഷെ നമ്മളൊക്കെ 20-25 വർഷം ഒരു 13 വയസ്സിൽ തുടങ്ങിയ യാത്രയാണ് മ്യൂസിക്കിൽ. അതും ഏകദേശം ഒരു 5000-നുള്ളിൽ സ്റ്റേജ് ലൈവ് പെർഫോമൻസ്, ഗാനമേളകളിൽ. എത്ര പാട്ട് പാടിയിട്ടുണ്ട് സിനിമയിൽ? 30ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. 30ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. പറയാൻ പറ്റിയ ഒരു സന്തോഷമുള്ള ഒരു പാട്ട് അതെനിക്ക് തീർച്ചയായിട്ടും അനഘസ്വരരാഗം ഹൃദയമതിലോല സുഖമീ സംഗമം എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ കാരണം 18ാമത്തെ വയസ്സിൽ എനിക്ക് ദാസങ്ങളുടെ കൂടെ ഒരു വെയിറ്റ് പാടാൻ പറ്റിയൊരു പാട്ടാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞാൻ ഏറ്റവും ഹാപ്പിയായിട്ട് കാണുന്നതെന്ന് മറക്കാതെ ഓർക്കുന്നത് ആദ്യമായിട്ട് പാടാൻ പറ്റിയ പാട്ടാണ്. അത് എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെ ഇപ്പോഴത്തെ കാലത്തെ പോലെയല്ല, അന്നത്തെ ഒരു രീതി ഫുൾ ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ വെറൈറ്റി സിംഗറായിട്ടാണ് അതാ ഞാൻ പറയാം, വെറൈറ്റി സിംഗറായിട്ടാണ് ഗാനമേളയിൽ വന്നത്. അപ്പോൾ എന്നെ സോണി എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ കൊല്ലം, ട്രിവാൻഡ്രം, ആലപ്പി എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുബി സുബി എന്നുള്ള പാട്ടായിരുന്നു എന്നെ തിരിച്ചറിയുന്ന ഒരു പാട്ടായിരുന്നു. അല്ലെങ്കിൽ എന്നെ ഇന്ന് നിൽക്കണ ഞാനാക്കി മാറ്റിയ, എൻകറേജ് തന്ന, ഒരുപാട് ഫേമസ് ആക്കിയ, ഗാനമേളകളിൽ ഫേമസ് ആക്കിയ, ഈ ഇടയ്ക്കും വളരെ പ്രശസ്തനായ ഒരാളെന്നെ കണ്ടപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് അദ്ദേഹം പണ്ട് ഗാനമേള ലൈവായിട്ട് കാണാൻ വന്നിട്ടുണ്ട് സുബി സുബി കേൾക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അവാർഡ് പോലെ തോന്നി. ഇത് ഞാൻ പറയുമ്പോഴും ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും കാണുമ്പോൾ ഓർക്കും സുബി സുബി പാടി അന്നത്തെ ഈ കോലമൊന്നും അല്ലായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. സാഗര ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല, അന്നൊക്കെ അത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഇതിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഇല്ല, കാരണം ഞാൻ എന്നും വിചാരിക്കുന്നത് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തു വരുന്നതിനൊരു സ്ഥിരമായ ഒരു ഇതുണ്ടാകും, അല്ലാത്തത് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയാലോ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തും. പക്ഷേ പാട്ട് പാടുക എന്നുള്ളതൊക്കെ ഓക്കെയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ പാട്ട് സംഗീതം കൊടുത്ത് അതിനെ എഴുതി അത് സ്വന്തമായിട്ട് ആൽബങ്ങളിലൂടെയൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഈ സംഗീതം കൂടി വരാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും കോവിഡ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള മഹാമാരി, നെഗറ്റീവ് എന്ന് എല്ലാവരും പറയുമെങ്കിലും നമ്മൾ ആ നെഗറ്റീവായിട്ട് അതിനെ കാണുന്നതുകൊണ്ടാണ്. കോവിഡ് വന്നപ്പോൾ എല്ലാവരും വീട്ടിലായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കലാകാരന്മാർ ഡെസ്പായിപ്പോയി, പ്രോഗ്രാമിലൊന്നുമില്ല. പക്ഷേ ആ ടൈമിന് ഞാൻ എങ്ങനെ അതിജീവിക്കാം എന്ന് നോക്കിയപ്പോഴാണ് വീട്ടിലൊരു ഹോം സ്റ്റുഡിയോ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഫോറിൻ അങ്ങനത്തെ കുറച്ച് വർക്കൊക്കെ പിടിച്ചിട്ട്, മെയിൻലി ഞാനൊരു മലയാളിയല്ല, ബേസിക്കലി ഞാൻ രജപൂത്താണ്, നോർത്ത് ഇന്ത്യൻ. നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേളിലായി നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ വീട്ടിൽ ഹിന്ദി ആണ് സംസാരിക്കുന്നത്, ഹിന്ദി മിക്സ്ഡ് രാജസ്ഥാനി ആ ഒരു ഇതാണ്. മലയാളം എങ്ങനെ പഠിച്ചു? പണ്ട് കാലം മുതലേ ഇവിടെ ഉള്ളതുകൊണ്ട്, മലയാളിയായിട്ടുള്ളത് കൊണ്ട് മലയാളം അറിയാം, മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മലയാളത്തിൽ പാട്ട് എഴുതുന്നുണ്ട്, ഹിന്ദി അറിയാവുന്നത് കൊണ്ട് ഹിന്ദി മ്യൂസിക്സും ആൽബംസും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹിന്ദിയും എഴുതാൻ പറ്റുന്നുണ്ട്, തമിഴ് അത്യാവശ്യം അറിയുന്നുണ്ട്, ഹിന്ദി, മലയാളം, തമിഴ് 3 ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോവിഡ് വന്ന സമയത്തൊക്കെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങി. അത് നല്ലൊരു റീച്ചായി, എക്സ്പീരിയൻസ് ആയി.
100ഓളം ആൽബംസ് വർക്കും ഫ്രീലാൻസ് എനിക്ക് അപ്പോൾ ചെയ്യാൻ പറ്റും. അതെനിക്ക് അന്ന് തന്നെ ആ കോവിഡ് ടൈമിൽ തന്നെ തോറ്റമ്പാട്ട് പറയുന്ന മലപ്പുതി പറഞ്ഞിട്ട് മലയാളം സിനിമ മ്യൂസിക് ചെയ്തു. അതിനായിരുന്നു ഞാൻ ഈ പറഞ്ഞ റീസെൻ്റായിട്ട് കിട്ടിയ അവാർഡ്. സത്യജിത് റേയുടെ കാർത്തിക നാളില മൺചിരാതിൽ നേർത്ത തിരിയായി നീ തെളിഞ്ഞു അണയാതിരിക്കുവാൻ ജീവതാളം കൊണ്ട് അണയാതിരിക്കുവാൻ ജീവതാളം കൊണ്ട് എണ്ണ പകർന്നു ഞാൻ ആത്മാവിനാൽ. ആ പാട്ടിനാണ് എന്ത് ഫീലാണ് ഒരു പാട്ട് പാടാൻ നേരത്ത്. ഞാനിങ്ങനെ ഒരുപാട് പേരുടെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ ഈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇപ്പോൾ സ്റ്റേജിലൊരു ലൈവ് നമ്മൾ കാണുന്നത്, അതുപോലെ തന്നെ നമ്മൾ പാട്ട് പാടി നമ്മൾ കേൾക്കുന്നത്, ഇതെല്ലാം നമ്മൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇരുന്ന് നമ്മുടെ അടുത്തിരുന്ന് ഒരാൾ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചിത്ര ചേച്ചിയുടെ ചെയ്തപ്പോഴും എസ്ബു ചേച്ചിയുടെ ചെയ്തപ്പോഴും ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞെട്ടി നിൽക്കുകയാണ്. എന്നെ ഒരുപാട് പേര് വിളിച്ചു, ഇവരെയൊക്കെ എങ്ങനെ പരിചയം, ഇവരൊക്കെ എങ്ങനെയാണ് വന്നതെന്നാണ്. ഇപ്പം സോണി സായി നമ്മളിപ്പോൾ ഏകദേശം 1 വർഷത്തിന് മേളിലായി നമ്മൾ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു ദിവസം ഇൻ്റർവ്യൂ ചെയ്യണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് ഇപ്പം സ്റ്റുഡിയോയിൽ വന്ന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും സമയം ഇപ്പോഴാണ് വന്നത്. മാത്രമല്ല നമ്മുടെ ലൈഫിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഞാനൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാനും ഇത്ര ഹാപ്പി ആയിട്ട് എനിക്ക് ഇബ്രുവിനോടായാലും ആരോടായാലും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. മേ ബി ഉള്ളിലൊരു 1000 അല കടൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും മ്യൂസിക് വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് എന്താ പറയുക, ഒരു യോഗ മെഡിറ്റേഷൻ പോലത്തെ ഒരു ഫീലാണ്. നമ്മളെപ്പോഴും എന്താ പറയുക, മനസ്സുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടും യങ്ങായിട്ടും മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് തന്നെ മതി. നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. യൂട്യൂബിൽ ആ സോങ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ സിംഗറിൻ്റെ പേരില്ല, ബാക്കി എല്ലാം പാടിയ ഫീമെയിൽ എനിക്ക് പകരം ആ സമയത്ത് പേര് പറയുന്നില്ല. ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന ഒരു സിംഗറിനെയാണ് ആ ദുബായ് ഷോയിൽ കൊണ്ടുപോയിട്ട് ആ പാട്ട് പഠിപ്പിച്ചത്. വേറൊരു രീതിയിൽ പുറത്തേക്ക് പോകും. അല്ല, അത്രയ്ക്ക് ഓപ്പണായിട്ട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ പാട്ട് എവിടെ കേട്ടാലും ഞാൻ എൻ്റെ ഭാര്യയെ ഓർക്കും.